പല മാതാപിതാക്കളും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിൽ നിന്നൊന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്, എന്താണ് അഭിപ്രായം എന്ന്. ഒത്തിരിയേറെ കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂൾ മാറ്റാം. അതിലൊരു 3-4 കാരണങ്ങൾ എൻ്റെ മുൻപിൽ വന്നതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഒരമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ കുട്ടിയെ ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് മാറ്റിയാലോ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടുത്തെ പഠിത്തം ഒട്ടും പോരാ, കുട്ടി ഒന്നും പഠിക്കുന്നില്ല, കുട്ടി മുന്നോട്ട് പഠിക്കുന്നതിന് പകരം പിന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ടീച്ചർ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കുട്ടിയെ, പഠിക്കുന്ന കുട്ടികളിൽ മാത്രമാണ് ടീച്ചറുടെ ശ്രദ്ധ എന്ന്. ഞാൻ ഈ കുഞ്ഞിൻ്റെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടെസ്റ്റ് ഒന്നിട്ട് നോക്കി. ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി സിവിയർ ആണ്, ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. അതുമാത്രമല്ല, ഹൈപ്പർ ആക്റ്റീവാണ്, അറ്റൻഷൻ ഡെഫിസിറ്റും ഉണ്ട്. കാരണം സാധാരണ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ ഡെസ്കേക്കർ കയറി പോകില്ല, അല്ലെങ്കിൽ ജനലികളെ പിടിച്ച് മേപ്പോട്ട് കയറുമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശ്രദ്ധ പലതിലേക്കും മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പം അവർ വീണ്ടും പഠനത്തിലേക്ക് ഒന്നോടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മളിപ്പോൾ ഏത് സ്കൂളിൽ സ്ഥലം മാറ്റി കൊണ്ടേയിരുത്തിയാലും അവസ്ഥ അത് തന്നെയായിരിക്കും. വേറൊരു അമ്മ ഇതുപോലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല, 4ാം ക്ലാസ്സിലെത്തി, ആൽഫബറ്റ് പോലും കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഈ സ്കൂളിൽ നമ്മൾ മാറ്റിയാലോ എന്ന്. ഞാൻ ആ കുട്ടി ഇതുപോലെ തന്നെ, സാധാരണ നമ്മളുടെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഹിന്ദി മലയാളം അവർ എഴുതിയില്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് ആൽഫബറ്റ് നന്നായി എഴുതും. കാരണം അവർക്ക് തന്നെ ഉള്ളിലൊരു ഇതുണ്ട്, അയ്യോ ഹിന്ദി മലയാളം ഒന്നും പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല, ഇംഗ്ലീഷ് പഠിച്ചാലാണ് ഞങ്ങൾ എവിടെയെങ്കിലും എത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. എന്തായാലും ആൽഫാബറ്റ് എഴുതിച്ച് നോക്കിയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പറ്റുന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടെസ്റ്റൊക്കെ ഇട്ട് നോക്കി, അതിനകത്ത് കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റിക്ക് കുഴപ്പമില്ല, IQ ലെവൽ കുറവില്ല, മെമ്മറിക്ക് കുഴപ്പമില്ല. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരാണ് മോളെ പഠിപ്പിച്ചു തന്നെ വൈകുന്നേരം എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ആരും പഠിപ്പിച്ചു തരാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ എന്താ വീട്ടിൽ ചെന്ന് ചെയ്യുന്നത്? ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ TV കാണും, മൊബൈൽ എടുത്ത് കളിക്കും, അതുള്ളൂ. ആരാണ് വീട്ടിലുള്ള? അപ്പാപ്പനും അമ്മാമ്മയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പപ്പയും മമ്മിയും ഇസ്രായേലിലാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ് അമ്മ ഫോൺ ചെയ്ത് എന്നോട് ഈ കാര്യം പറഞ്ഞത്, കുഞ്ഞിന് സ്കൂൾ മാറ്റുന്ന കാര്യങ്ങളൊക്കെ. ആ കുഞ്ഞ് എങ്ങനെ പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ കരുതും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ കരുതുന്നുണ്ടാവും, എല്ലാവരെയും വീട്ടിൽ ചെല്ലുമ്പോൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ കുട്ടികളൊക്കെ പഠിക്കണേന്ന്. അങ്ങനെയല്ല. നമ്മളുടെ കുട്ടികളെ, മിക്ക കുട്ടികളെ നമ്മളൊന്ന് താങ്ങി പിന്തുണച്ചാൽ മാത്രമാണ് ആ കുട്ടികൾ അക്കാഡമിക്കലി പഠിച്ചു കയറുള്ളൂ. അല്ലെങ്കിൽ പണ്ടൊക്കെ പഠിക്കുമായിരുന്നായിരിക്കും, ഇന്ന് അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, TV ഉണ്ട്, അവർക്ക് എൻ്റർടൈൻമെൻറ്റ് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരെന്തിനീ പുസ്തകം കൊടുത്തിരിക്കണോ? അതിനു വേണ്ടി ഒരാൾ പുഷ് ചെയ്യാൻ വീട്ടിൽ വേണം. അപ്പം അമ്മമാരെ ഞാൻ ഇങ്ങനെ, ഇസ്രായേലിലുള്ള അമ്മമാർക്ക് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊറോണ സമയത്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അമ്മമാർക്ക് അവിടുന്ന് ഒരു നേരം പോക്കും ആവും, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ക്ലോസ് കണക്റ്റഡ് ആവും. അവർക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ദൂരത്താന്നൊരു ചിന്തയും തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കറക്റ്റ് സമയത്ത് കുഞ്ഞിനൊരു ഓൺലൈൻ ക്ലാസ് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ കുഞ്ഞു പഠനത്തിൽ മുന്നോട്ട് പോരും. വേറെ സ്കൂളിൽ പോയാലും കുഞ്ഞിൻ്റെ പഠന നിലവാരം ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് അതിനകത്തൊരു ടെക്നിക്ക്. ട്യൂഷന് വിട്ടോണ്ടും പ്രയോജനമില്ല, ആ കുട്ടി ട്യൂഷന് പോകുന്ന കുട്ടിയാണ്. അപ്പൊ അമ്മ തന്നെ അവിടെ ഇരുന്നോണ്ട് ഫോക്കസ് ചെയ്യുക. അമ്മയ്ക്ക് ഒരു നേരം പോക്കായി, കുഞ്ഞിനും അതൊരു സന്തോഷമാവും. അച്ഛനും അമ്മയും എന്നോടൊപ്പം, എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത്. പിന്നെ അടുത്തൊരു കേസാണ്, ഒരമ്മ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കുട്ടി സ്കൂളിലേക്ക് വരാൻ നേരത്ത് ഛർദി, വയറുവേദന, തലവേദന, അത് കാരണം കൊണ്ട് അവൾ സ്കൂൾ മാറണമെന്നാണ് പറയുന്നത്. ഇനി സ്കൂളിലേക്ക് വരില്ല, എന്നും ആബ്സെൻ്റ് ആണ്. ഏറ്റവും മുൻപന്തിയിലെ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, ക്ലാസ്സിൽ ഏറ്റവും ടോപ്പായിരുന്നു. അപ്പൊ അവര് ഒരു വിഷമത്തോടു കൂടി പറഞ്ഞു, എൻ്റെ മൂത്ത മോൻ നന്നായി പഠിക്കില്ല, അപ്പൊ എനിക്ക് ഈ മോള് നന്നായി പഠിക്കുന്നുണ്ട്, ഈ മോളിലായിരുന്നു എൻ്റെ പ്രതീക്ഷ മൊത്തം. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നു. ഞാനപ്പോൾ സ്കൂൾ മാറ്റുവാണ്, എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് കഴിഞ്ഞെടുത്താൽ മതി. പക്ഷെ അവൾ സ്കൂളിൽ വരുന്നില്ല. ഇതും ഞാൻ ആ കുഞ്ഞിനെ വന്ന് ചോദിച്ചു. അപ്പൊ അതിനോട് പറഞ്ഞു, ടീച്ചർ മാറിയെന്ന് അവളോട് റീസൺ പറയേണ്ടെന്ന് അമ്മയും പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഈ മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, ടീച്ചർ മാറിയിട്ടാണ് എനിക്ക് ടെൻഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ 30 കുട്ടികൾ കാണുമായിരിക്കും ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ 25-30 അതിൻ്റെ ഇടയിലുള്ള കുട്ടികളുണ്ട്.
ഈ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു ടെൻഷൻ മോൾക്ക് എന്തുകൊണ്ട് വന്നു? മോളെ എന്തെങ്കിലും ടീച്ചർ ഉപദ്രവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇല്ല. കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ടീച്ചറിന്. വന്ന ടീച്ചറിനും ഇഷ്ടമാണ്, മറ്റുള്ള ടീച്ചറിനും ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്. അതെന്തുകൊണ്ടാണ്? കുഞ്ഞില് ശരിയാണ്, കുഞ്ഞ് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഛർദ്ദിക്കുന്നുണ്ട്, വയറുവേദന എടുക്കുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കുഞ്ഞ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് കഠിനമായ ആൻസൈറ്റി ഭയമാണ്. അതൊരു ടീച്ചർ മാറിയത് കൊണ്ടൊന്നുമല്ല. ആദ്യമേ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഭയോ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ എടുക്കുന്നുണ്ട്. അതൊരു ടീച്ചർ മാറിയപ്പോ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തു എന്നുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മള് മഴയൊക്കെ പെയ്യണ സമയത്ത് എന്തുകൊണ്ടാണ് ഈ കളകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത്? ഓൾറെഡി അതിന്റെ വിത്തുകൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഈ മഴ പെയ്യുന്ന ഒരു കാരണത്താല് അത് മുളച്ചു പൊന്തി വരുന്നു. അതുപോലെയാണ് ചില കുട്ടികളുടെ ഉള്ളില് ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു റീസൺ ആണ്. ടീച്ചർ മാറി, ആ ടീച്ചർ മാറി, അതും സത്യമായിരിക്കും. ആ ടീച്ചർ മാറിയപ്പോ കുഞ്ഞിന് അതൊരു ടെൻഷൻ ആയിട്ടുണ്ട്. ആ ടെൻഷനോടും കൂടി വരുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന സിഗ്നലുകളാണ് ഈ ഛർദി, വയറിളക്കം, തലവേദനയൊക്കെ. അവിടെ കുട്ടി അത് കാട്ടിക്കൂട്ടുന്നതോ അഭിനയിക്കുന്നതോ ഒന്നുമല്ല. കുഞ്ഞിന് ആ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മാറിയപ്പോൾ കുഞ്ഞിന്റെ പ്രശ്നം തീർന്നു. ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞും വേറൊരു സ്കൂളിൽ പോകുമ്പോൾ ഇതിലും കൂടുതൽ പ്രശ്നം രൂക്ഷമാവും. ആ സ്കൂളിലേക്ക് പോണ കാര്യം ഓർക്കുമ്പോൾ വീണ്ടും കുഞ്ഞിനെ നെഞ്ചെടുപ്പും തലവേദനയും കാര്യങ്ങളും ഒക്കെ വരും. ചിലപ്പോൾ അതിന്റെ ഗേറ്റിന്റെ മുൻപിൽ കുഞ്ഞ് തലകറങ്ങി വീഴാം. പുതിയ ഒരു അറ്റ്മോസ്ഫിയർ ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോഷ്യൽ ആൻസൈറ്റിയും ഉണ്ടാവും കുട്ടിക്ക്. അപ്പൊ അതൊരു കേസ് അങ്ങനെ വരുന്നു. പിന്നെ ഒരു ജെന്റിൽമാൻ അദ്ദേഹം കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ 5ാം ക്ലാസ്സിലാണ്, ഞാൻ സ്കൂള് മാറാൻ ഉദ്ദേശിക്കുകയാണ്, കാരണം അവൻ അക്കാഡമിക്കലി വളരെ പുറകോട്ടാണ് എന്ന് പറഞ്ഞു. ശരിയാണ്, അക്കാഡമിക്കലി ഒട്ടും പറ്റണില്ല അവനെ കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ കുറവുള്ള കുട്ടിയിലുണ്ട്. പക്ഷെ മിടുക്കനായ ഒരു പയ്യൻ, സ്പോർട്സിലൊക്കെ മികച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇവനൊരു AC കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് സർവീസ് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും. ഒരു TV അവൻ്റെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യും. വീട്ടിലുള്ള ഏതൊക്കെ മൊബൈൽ കേടായിട്ട് അതൊക്കെ അവൻ ചെയ്തു എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് അവൻ അത് ശരിയാക്കി തരും. അവൻ ടെക്നിക്കലി അത്ര അഡ്വാൻസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, താങ്കൾ എന്തിനാണ് ഈ സ്റ്റേറ്റിലേക്ക് കുട്ടീനെ മാറ്റണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്റ്റേറ്റിലാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും, അതുകൊണ്ടാണെന്ന്. എനിക്കറിയില്ല കേട്ടോ സ്റ്റേറ്റിൽ അങ്ങനെ വാരിപ്പോയി വെറുതെ മാർക്ക് കൊടുക്കുമോ എന്നുള്ളത്. സ്റ്റേറ്റിൽ നല്ല മാർക്ക് കിട്ടും, കുട്ടി നന്നായി പാസ്സായി പോയിക്കോളൂ, അതുകൊണ്ട് ഞാൻ സ്റ്റേറ്റിലേക്ക് മാറ്റുവാണെന്ന് പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മിക്ക കുട്ടികളും ആൺകുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ സ്പോർട്സിൽ മികച്ചവരായിരിക്കും, അല്ലെങ്കിൽ അവർ ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പഠിക്കാൻ നമ്മുടെ കേരളത്തിൽ ടെക്നിക്കൽ സ്കൂളുകളുണ്ട്. മിക്കവർക്കും ഇതറിയില്ല. കേരളത്തിലുടനീളം 39ഓളം ടെക്നിക്കൽ സ്കൂളുകളുണ്ട്. 3275 സീറ്റുകളോടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 7ാം ക്ലാസ് എത്തുമ്പോൾ അതിനു വേണ്ടി ഒരു ടെസ്റ്റ് എഴുതുകയാണ് വേണ്ടത്. ആ റാങ്ക് ലിസ്റ്റിന്റെ ഇതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെ അഡ്മിഷൻ. 8ഉം 9ഉം 10ഉം അവിടെ ടെക്നിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയ കുട്ടികൾക്ക് അവിടെ പഠിക്കാം. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് SSLCക്ക് ഈക്വലായ സർട്ടിഫിക്കറ്റാണ് അവിടെ തരുന്നത്. അതുകൂടാതെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പോളിടെക്നിക്കിലേക്ക് 10% റിസർവേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി 5ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിൽ ചേർക്കുന്നു. അവൻ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടി സ്ക്രൈബിനെ വെച്ച് എഴുതിച്ചൊക്കെ കയറി പോവാം, 10ാം ക്ലാസ് പോവാം. പിന്നെ എന്തെന്നൊരു ക്വസ്റ്റ്യൻ വരും. അതിൽ ഏറ്റവും നല്ലതാണ് 7ാം ക്ലാസ്സിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതുക. എന്നാൽ എൻ്റെ കുട്ടി നന്നായി പഠിക്കേണ്ടത് ഞാൻ ടെക്നിക്കൽ സ്കൂളിൽ കൊണ്ടുപോയാക്കാമെന്ന് നമ്മൾ കരുതരുത്. കുട്ടി ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ സ്കൂളിൽ വിടാതെ നോർമൽ സ്കൂളിൽ തന്നെ വിടുക. കാരണം പല മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. കാരണം ഒത്തിരി യുവാക്കൾ വന്നതിനോട് പറയാറുണ്ട്, മാതാപിതാക്കളുടെ വിവരമില്ലായ്മയാണ് എന്നെയൊക്കെ ഈ ഗതിയിൽ എത്തിച്ചേ എന്ന്. അത് നമ്മൾ കേൾക്കാൻ ഇടവരാതെ ഇരിക്കട്ടെ. കാരണം ഹിറ്റ്ലറുടെ കഥ നമുക്കറിയാലോ. ഒരു സിവിൽ സർവന്റ് ആവാൻ ശാഠ്യം പിടിക്കുന്ന പിതാവ്, മകൻ ഒരു ചിത്രകാരനാവാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് മത്സരത്തിന്റെ ഇടയിൽ അവസാനം എന്ത് സംഭവിച്ചു?
ഹിറ്റ്ലർ പഠനമൊക്കെ ഉപേക്ഷിച്ച്, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലറായിരുന്നു അദ്ദേഹം. പഠനമൊക്കെ ഉപേക്ഷിച്ച് മോശം കൂട്ടുകെട്ടിൽ ചെന്നുപെട്ടു. ആ ചെറുപ്പത്തിന്റെ പിഴവാവാം പിന്നീട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായി മാറിയത്. അപ്പൊ നമ്മളുടെ മക്കൾക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളാവട്ടെ. മാതാപിതാക്കള് നമ്മുടെ മക്കളെ നന്നായി മനസ്സിലാക്കുക, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുക. നമ്മൾ അതിനകത്ത് കാഴ്ചക്കാരായി മാത്രം നിൽക്കുക.